ഇതുപോലെ തന്നെ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസും മഹിളാ അസോസിയേഷനൊക്കെ സജീവമായി നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഞങ്ങൾ വനിതാ പ്രസ്ഥാനമൊന്നും ഇല്ലാതെ വന്നവരാ. അപ്പം ഞാൻ കാണുന്നത് കുറേ ആളുകൾ ഇതുപോലെ സ്ത്രീകളൊക്കെ നല്ല പവർഫുൾ ആയിട്ടൊരു പ്രസ്ഥാനത്തിലൂടെ വന്നു. അപ്പോഴാണ് തോന്നിയത് എന്തുകൊണ്ട് നമുക്കിത് പറ്റില്ല എന്നുള്ള ആ തോന്നലിൽ നിന്നാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ആ ഒരു സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇതിന് പാരലായിട്ട് തന്നെ മലപ്പുറത്ത് ഇതേപോലെ തന്നെ അഡ്വക്കേറ്റ് കെ പി മറിയമ്മ അവരുടെ നേതൃത്വത്തിൽ അവിടെയും നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതിന് ചിട്ടവട്ടങ്ങളൊന്നുമില്ല, ശാസ്ത്രീയമായ ഇതൊന്നും ഇല്ലാതെ നമ്മളൊരു ജഡ്ജ് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നീട് 97 ആയപ്പോഴേക്കാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. സംഘടനത്തിന്റെ തുടക്കം കോഴിക്കോടും മലപ്പുറത്തുമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് തീയതിയോ അങ്ങനെ ഓർമ്മ ഉണ്ടോ? 92 ഞങ്ങൾ കോഴിക്കോട് ജില്ല, 91 മലപ്പുറത്തും വന്നെടുത്തത്. പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ അറിയില്ലായിരുന്നു. വനിതാ ലീഗ് അവിടെ ഉണ്ടാക്കി, അവർ ലേഡീസ് വിങ്, മുസ്ലിം ലീഗിൻ്റെ ലേഡീസ് വിങ് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയത്. ഇവിടെ ഞാനായിരുന്നു അന്ന് വനിതാ ലീഗിൽ നിന്ന് പേരിട്ട് വിളിച്ചതൊക്കെ ഇവിടെ നിന്ന് ചെയ്തൊക്കെ. അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, ഭയങ്കര പവർഫുൾ PV മുഹമ്മദ് സാഹിബ്. അദ്ദേഹത്തോട് ഞാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പെർമിഷൻ തന്നു. പിന്നെ അന്ന് സെയ്ദ് ഉമർ ബാഫക്കി തങ്ങളും AV അബ്ദുറഹിമാൻ ഹാജി, അതുപോലെ PK ബാബ സാഹിബ്, ഇവരോടൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചു, അനുവാദം കിട്ടി. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്.